ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എംബ്രോയിഡറി ക്ലാസ്സിൻ്റെ ലെസൺ 4 ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതിനെല്ലാവരും ക്ഷമിക്കണം. ബട്ട് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ വീഡിയോ ഇടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടാം. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നീഡിലിൽ എങ്ങനെയാണ് നമ്മുടെ ത്രെഡ് കയറ്റാമെന്ന് ഒന്നുകൂടെ കാണിച്ചു തരുമെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മുടെ ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് അത് കുറച്ച് വാട്ടർ ആക്കാം. ഇതേപോലെ ഞാൻ വാട്ടർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കാം. ഇതിങ്ങനെ പരന്ന പോലെ കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നീഡിലെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് ഇതേപോലെ കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ? ഇനി ഇത്രയും കയറ്റിയാൽ മതി കേട്ടോ. നമ്മൾ എടുത്തിട്ട് ഇത്ര മാത്രമേ കയറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള സംഭവം നമ്മൾ വെറുതെ ഇട്ടേക്കാണ്. ഇനി ലാസ്റ്റ് ഇതേപോലെ ഒരു കെട്ട് കൊടുക്കുക. കട്ട് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുത്ത് കിടക്കാം. നമുക്ക് തുടങ്ങാം. ഇതാ നമ്മളിതാ നീഡിലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അറ്റത്ത് നിന്ന് ഇതേപോലെ മുകളിലേക്ക് എടുക്കുക. അതേ നമ്മളിതാ മുകളിലേക്ക് ഇതേപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ കുത്തിയിട്ട് കണ്ടോ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കുത്തിയെടുക്കുക. കണ്ടോ, ഇതേപോലെ മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ഈ ഒരു പാർട്ട് ഇതേപോലെ ഇതിൻ്റെ ഈ ഒരു സൂചിയുടെ ഇടയ്ക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് വലിച്ചെടുക്കാം. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയിൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് താഴത്തേക്ക് കുത്തിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ കുറച്ച് നീക്കിയിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക. അത് ഇതായിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ വീണ്ടും മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇനി ഇവിടെ നിന്ന് കുത്തിയിട്ട് ഇത്രയും ലെങ്ത്തിൽ ഇതേപോലെ മുകളിലേക്ക് എടുക്കുക. ഇനി ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മുകളിലേക്ക് കുത്തിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വലിക്കരുത്. ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ ചെയിൻ മാറും കേട്ടോ. ചെയിൻ പോയിട്ട് വേറെ എന്തെങ്കിലും ആവും. അതുകൊണ്ട് ഒരുപാട് വലിക്കരുത്. ഇച്ചിരി ഇതേപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. വീണ്ടും അവിടെ തന്നെ ഇതേപോലെ കുത്തി ഇറക്കുക. വീണ്ടും ഇതേപോലെ തന്നെ മുകളിലേക്ക് കുത്തിയെടുക്കുക. വീണ്ടും കുത്തിയിട്ട് ഇതേ ലെങ്ത്തിൽ മുകളിലേക്ക് കുത്തിയെടുക്കാം. ഇതേപോലെ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. വീണ്ടും വലിച്ചെടുക്കുക. ഉള്ളിലേക്ക് തന്നെ കുത്തി കൊടുക്കുക. വീണ്ടും ഇവിടെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. ഇങ്ങനെ
അതുപോലെ കുത്തിയെടുക്കുക. വീണ്ടും കുത്തിയിട്ട് ഇപ്പം ഞാൻ ലാസ്റ്റത്തേക്ക് ആക്കുകയാണ്. ആക്കുക. കുത്തി കൊടുക്കുക. അപ്പോൾ അതാ നമുക്ക് താഴത്തെ കെട്ടിക്കൊടുക്കാം. ഇത് ചെറിയൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു തുണിയുടെ കൂടെ എന്താ അറിയാണ്ടായിപ്പോയതാണ്. അപ്പോൾ ഇനി നമ്മൾ തുണി ഇതാക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയണം, അല്ലെങ്കിൽ ഇതേപോലെ പിടിക്കും കേട്ടോ. ഇത് എൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഞാൻ അടുത്ത ഇതാകുമ്പോഴേക്കും സെറ്റാക്കും. ഇനി ഞാൻ ഈ ഒരു സ്റ്റിച്ച് മാത്രമാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സ്റ്റിച്ച് നമ്മൾ പറഞ്ഞുതരും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചസ് പഠിക്കേണ്ട പാഠങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് നമ്മുടെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ സ്റ്റിച്ച്. ഇപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 1 2 3 4 സ്റ്റിച്ചസാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, 5ാമത്തെ ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഡിസൈൻസ് ആയിരിക്കും ഞാൻ പഠിപ്പിച്ച് തരിക. അപ്പോൾ അന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ